140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ്. ഇവിടെ 6 സമുദായങ്ങൾ ബുദ്ധ, ക്രിസ്ത്യൻ, ജൈന, മുസ്ലിം, പാർസി, സിഖ് എന്നിവ ന്യൂനപക്ഷങ്ങളായി വിജ്ഞാപനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭാരത സർക്കാരിന്റെ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂനപക്ഷ സമുദായങ്ങളെ ശാക്തീകരിക്കുന്നതിനും അവർക്ക് തുല്യമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസപരമായ വികസനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുമായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के मूल मंत्र पर चल रहा है. ये एक तरह से मानव अधिकार को सुनिश्चित करने की ही मूल भावना है. अगर सरकार कोई योजना शुरू करे और उसका लाभ कुछ को मिले, कुछ को ना मिले, तो अधिकार का विषय खड़ा होगा ही. और इसलिए हम हर योजना का लाभ सभी तक पहुंचे, इस लक्ष्य को लेकर चल रहे हैं. ഭാരത സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുമായി വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ 15 പോയിന്റ് പരിപാടി സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയും അവരെ രാജ്യത്തിന്റെ വികസനത്തിൽ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതികളുടെ പ്രയോജനങ്ങൾ എളുപ്പത്തിൽ ശരിയായ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം കാലാകാലങ്ങളിൽ IIT ഉൾപ്പെടെയുള്ള മറ്റ് പ്രശസ്ത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് അതിന്റെ പദ്ധതികളെക്കുറിച്ച് ഗവേഷണ പഠനങ്ങളും നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ആകെ ജനസംഖ്യ 19.3%. ഇതിൽ മുസ്ലിങ്ങൾ 14.2%, ക്രിസ്ത്യാനികൾ 2.3%, സിഖുകാർ 1.7%, ബുദ്ധമതക്കാർ 0.7%, ജൈനർ 0.4%, പാർസികൾ 0.006% എന്നിങ്ങനെയാണ്. സർക്കാർ അവരുടെ ഉന്നമനത്തിൽ വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനായി 90 ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലകളും 710 ബ്ലോക്കുകളും 66 ചെറുപട്ടണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശ്രമങ്ങളുടെ ലക്ഷ്യം അന്തരം നികത്തുകയും ഇന്ത്യയുടെ വികസനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരത സർക്കാരിന്റെ ഓരോ പൊതു ബജറ്റും ന്യൂനപക്ഷങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് 20% വർദ്ധിപ്പിച്ച് 3183 കോടി രൂപയിലേറെയാക്കി. 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ച 2025-26 വർഷത്തേക്കുള്ള മന്ത്രാലയത്തിന്റെ ബജറ്റ് വിഹിതം 3350 കോടി രൂപയായി ഉയർത്തി. ഓരോ ബജറ്റിലും വിഹിതം വർദ്ധിപ്പിച്ചത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രഭാതം കൊണ്ടുവന്നു. ഇത് ന്യൂനപക്ഷങ്ങളുടെ വികസനത്തോടുള്ള മോദി സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ കണ്ണാടിയാണ്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും താമസിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഓരോ വ്യക്തിക്കും ആരോഗ്യത്തിനുള്ള അവകാശമുണ്ട്. ഓരോ യുവാക്കൾക്കും തൊഴിലവസരങ്ങളുണ്ട്. As Minister for Minority Affairs, my approach is from the mantra of Sabka Saath, Sabka Vikas. So, minority, if you say by definition, we have 6 minority communities in our country. So I have a very bounded duty to ensure that all these 6 defined minority communities in our country are given equal opportunities through the government works and all other welfare schemes and programs. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമത്തിലൂടെ ന്യൂനപക്ഷ സമുദായങ്ങളെ ശാക്തീകരിക്കുകയാണ്. കൂടാതെ മന്ത്രാലയം എല്ലാ വർഷവും ഹജ്ജ് പോലുള്ള വലിയ പരിപാടികൾ വിജയകരമായി നടത്തുന്നതിൽ ഫലപ്രദമായ പങ്കുവഹിക്കുന്നു. പാർസി സമൂഹത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനും അവരുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന ജിയോ പാഴ്സി പദ്ധതി ലോകത്തിനാകെ ഒരു അതുല്യ മാതൃകയാണ്. മന്ത്രാലയം ഈ പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിനായി കാലാകാലങ്ങളിൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നോളജ് വർക്ക്ഷോപ്പുകളും സമുദായങ്ങളുമായി ഇന്ററാക്റ്റീവ് പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നു. ഗുണഭോക്താക്കൾക്ക് വലിയ നേട്ടമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രാചീന ഭാഷകളെ പുനരുജ്ജീവിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതിന് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. പാർസി സമുദായത്തിന്റെ പ്രാചീന ഭാഷകളായ അവസ്ഥയും പഹൽവിയും
മുംബൈ സർവകലാശാല മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കൈകാര്യം ചെയ്തു വരുന്നു. രാജ്യത്തെ ന്യൂനപക്ഷ തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം ലോക സംവർദ്ധൻ പർവ് സംഘടിപ്പിക്കുന്നു. മന്ത്രാലയം 3 സ്കോളർഷിപ്പ് പദ്ധതികളായ പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക്, മെറിറ്റ് കം മീൻസ് അതായത് സഹസാധന അധിഷ്ഠിത സ്കോളർഷിപ്പ് എന്നിവ നൽകുന്നുണ്ട്. ഒരു പ്രശംസനീയ ചുവടുവയ്പിലൂടെ PM വികാസ് യോജന ആരംഭിച്ചു. നൈപുണ്യവും പരിശീലനവും വനിതാ നേതൃത്വവും സംരംഭകത്വവും വിദ്യാഭ്യാസ സഹായം എന്നിവയിലൂടെ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന ഒരു സംയോജിത പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ 4 പ്രധാന സ്തംഭങ്ങളായ പഠിക്കുക, സമ്പാദിക്കുക, ഉസ്താദ്, നയി മൻസിൽ, നയി റോഷ്നി പരിപാടി എന്നിവയിലൂടെ രാജ്യമെമ്പാടുമുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളെയും സ്വയം പര്യാപ്തരാക്കുകയും ശാക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ സമൂഹം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അതിന്റെ വികസനം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി എല്ലാ മേഖലയിലും വിജയം കൈവരിച്ചു. ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി ചെയ്ത ഈ പ്രവർത്തനങ്ങളെല്ലാം അവരെ ശാക്തീകരിക്കുകയും രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ഇതിനായി ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ പരിശ്രമവും പ്രതിബദ്ധതയും ശ്ലാഘനീയമാണ്. പങ്കാളിത്തത്തിൽ നിന്ന് നേട്ടം.